അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠം ഇന്നഹു ലഖുർആനുൻ കരീം എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് അതിൻ്റെ തദ്രീവാത്ത് കൂടെ നോക്കാം. ഇന്നഹു തീർച്ചയായിട്ടും ഇത് ലഖുർആനുൻ കരീം ആദരണീയമായ ഖുർആനാകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതാണ് ഖുർആൻ. എന്താണ് ഖുർആൻ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് പറഞ്ഞത്. അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതാണ് ഖുർആൻ. അത് അല്ലാഹു തആലയുടെ വചനമാണ്. അതിൻ്റെ പാരായണം ആരാധനയാണ്. അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണേത് ഖുർആൻ. അത് പാരായണം ചെയ്യാൽ നമുക്കെന്ത് ചെയ്യും? പ്രതിഫലം ലഭിക്കും. അത് പാരായണം ചെയ്യൽ ആരാധനയാണ്. അവതരണ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനഃപ്പാഠമാക്കുകയും സ്വഹാബികൾക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ആ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യും? മനഃപ്പാഠമാക്കും. സ്വഹാബികൾക്ക് അത് ഓതിക്കൊടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട് സ്വഹാബികളും മനഃപ്പാഠമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേൾക്കലോടുകൂടെ സ്വഹാബാക്കൾ എന്ത് ചെയ്യും? ആ ഖുർആന് മനഃപ്പാഠമാക്കും. അക്കാലത്തെ അറബികളിൽ ഭൂരിഭാഗവും എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന അറബികളിൽ ബഹുഭൂരിഭാഗം ആളുകളും എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു. അവരിൽ എഴുത്ത് അറിയുന്നവർ ഖുർആൻ എഴുതിയെടുക്കുകയും ചെയ്തു. ഖുർആൻ എഴുതാൻ അറിയുന്നവരൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്തു? എഴുതിയെടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും എഴുത്തുകാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ച് എഴുത്തുകാരുണ്ടായിരുന്നു. ആരൊക്കെയാണത്? 4 ഖലീഫമാർ റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് 4 ഖലീഫമാർ, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 4 ഖലീഫമാരും പരിശുദ്ധ ഖുർആൻ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തുകാരായിരുന്നു. പിന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്നിവർ അവരിൽ പ്രമുഖരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തുകാരായിരുന്നു. 4 ഖലീഫമാർ. അതിന് പുറമെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമുഖരായ എഴുത്തുകാരാണ്. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഖുർആൻ എഴുതുകയും അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. നബിതങ്ങൾ ഓതിക്കൊടുക്കുന്ന സമയത്ത് നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്ത് എഴുതി വെച്ചത്. അത് എഴുതി വെച്ചതിന് ശേഷം നബിതങ്ങളുടെ വീട്ടിലും അവരെന്ത് ചെയ്തു? വീട്ടിൽ അതിന് സൂക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം സ്വന്തം ആവശ്യത്തിന് അവർ കോപ്പികൾ എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു. നബിതങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിന് പുറമെ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ മക്കളെ ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അതിനൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? അതിൽ നിന്നും കോപ്പികൾ എഴുതിയെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്തിലായിരുന്നു അവർ എഴുതിയിരുന്നത്? കല്ല്, ഈത്തപ്പനയോല, മടല്, തുകൽ, എല്ല് മുതലായവയിലാണ് എഴുതിയിരുന്നത്. അന്നത്തെ കാലത്ത് എഴുതിയിരുന്നതാണ്. കല്ലുകളിൽ എഴുതിയിരുന്നു, ഈത്തപ്പനയോലകളിൽ എഴുതിയിരുന്നു, മടലുകൾ, തുകലുകളിൽ, അതുപോലെ തന്നെ എല്ലുകളിൽ. ഇതിലൊക്കെയായിരുന്നു അന്ന് പരിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ ഈ നീല തുടർന്നു. നബി തങ്ങൾ വഫാത്താകുന്നത് വരെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ ഖുർആനിൽ വഹി ഇറങ്ങുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ പഠിക്കുന്നു. നബി തങ്ങളെ ഹിഫ്ലാക്കുന്നു, സ്പോട്ടിൽ തന്നെ ഹിഫ്ലാക്കുന്നു. അത് നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറേ സ്വഹാബാക്കൾ അത് ഹിഫ്ലാക്കുന്നു. നബി തങ്ങളുടെ എഴുത്തുകാർ അതിനെ എഴുതി വെക്കുകയും ചെയ്യുന്നു. ഈ ക്രമത്തിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത് വരെ നടന്നത്. സൂറത്തുകളും ആയത്തുകളും അവതരിച്ചത് ഇന്ന് നാം കാണുന്ന മുസ്ഹഫിലെ ക്രമത്തിലല്ല. സൂറത്തുകളും ആയത്തുകളും അവതരിച്ചത് നമ്മൾ ഇന്ന് മുസ്ഹഫിൽ കാണുന്നുണ്ടല്ലോ. ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ ഇന്ന സൂറത്ത് ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ക്രമത്തിലൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ അവതരിപ്പിച്ചത്? സന്ദർഭത്തിനനുസരിച്ചാണ് അവ അവതരിച്ചത്. ഓരോ സന്ദർഭം, ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിരുന്നത്? അവതരിച്ചിരുന്നത്. ഓരോ സൂറത്തും ഏത് സൂറത്തിൻ്റെ മുമ്പിൽ, ഏതിൻ്റെ ശേഷമെന്നും, ആയത്തുകൾ ഏത് സൂറത്തിൽ എവിടെയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരുന്നു. ഓരോ സൂറത്തും ഏത് സൂറത്തിൻ്റെ മുമ്പിലാണെന്നും ഏതിൻ്റെ ശേഷം വരേണ്ടതാണ് ഈ സൂറത്ത് എന്നും
ആയത്തുകൾ ഏത് സൂറത്തിനാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിരുന്നു സ്വഹാബാക്കളോട്. ഖുർആൻ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ ഖുർആൻ്റെ അവതരണം എന്ത് ചെയ്തു? തുടർന്നു. അനേകം സ്വഹാബികളുടെ മനസ്സുകളിൽ ഹിഫ്ളായും നേരത്തെ സൂചിപ്പിച്ച പോലെ ലിഖിത രൂപത്തിലും പരിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടു. ഒരുപാട് സ്വഹാബികൾ പരിശുദ്ധ ഖുർആനെ ഹിഫ്ളാക്കി. അങ്ങനെ എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനെ സൂക്ഷിച്ചു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കല്ലുകളിലും തുകലുകളിലും അതുപോലെ തന്നെ ഈത്തപ്പന ഓലകളിലൊക്കെ എഴുതി വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനെ സൂക്ഷിച്ചു. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളും മറ്റും ധാരാളം ഖുർആൻ ഹാഫിദുകളായ സ്വഹാബികൾ വഫാത്തായി. എങ്ങനെ? ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ ഹാഫിദുകളായ സ്വഹാബികൾ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് എന്ത് ചെയ്തു? യുദ്ധം ഉണ്ടായ സമയത്ത് ഒരുപാട് ഖുർആൻ ഹിഫ്ളുള്ള സ്വഹാബാക്കൾ വഫാത്തായി. അപ്പോൾ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ആരാ നിർദ്ദേശം കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരെയാണ് അതിന് നിയമിക്കുന്നത്? ബഹുമാനപ്പെട്ട ഖലീഫ നിർദ്ദേശിച്ചത് ആരെയാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികളെയാണ് അതിനുവേണ്ടി എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ എന്ത് ചെയ്തു? ഖുർആൻ ക്രോഡീകരിച്ചു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ സൂറത്ത് എവിടെ വെക്കണം, ഓരോ ആയത്തുകൾ ഏത് സൂറത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ക്രമത്തിൽ എന്ത് ചെയ്തു? അവർ ക്രോഡീകരിച്ചു. ഇത് ഹിജ്റയുടെ 12-ാം വർഷമായിരുന്നു. ഹിജ്റയുടെ 12-ാം വർഷത്തിലാണ് ഖുർആൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ക്രോഡീകരിക്കുന്നത്. എന്തേ കാരണം? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് സ്വഹാബികൾ, ഖുർആൻ മനഃപ്പാടമുള്ള സ്വഹാബികൾ ഷഹീദായി എന്നതാണ് ഇതിൻ്റെ കാരണം. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ മുസ്ഹഫിൻ്റെ കോപ്പികളെടുത്ത് ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇസ്ലാം വ്യാപിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളും ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു? മുസ്ഹഫിൻ്റെ പല കോപ്പികൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. അതേ മുസ്ഹഫാണ് ഇന്നും ലോകത്തുള്ളത്. അതേ മുസ്ഹഫാണ് ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ലക്ഷങ്ങളുടെ മനസ്സുകളിലും ലിഖിത രൂപത്തിലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇന്നും അത് നിലനിൽക്കുന്നു. ലക്ഷങ്ങളായ ആളുകൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ലിഖിത രൂപത്തിലായിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ ഖുർആൻ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ്. ഏത്? ഖുർആൻ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സകല നിയമങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന്. അത് വിശദീകരിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. ഖുർആനുമായി ബന്ധപ്പെട്ട 3 വിജ്ഞാന ശാഖകളുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട് എത്ര വിജ്ഞാന ശാഖകളുണ്ട്? 3 വിജ്ഞാന ശാഖകൾ. ഏതൊക്കെയാണത്? 1 തജ്വീദുൽ ഖുർആൻ, 2 ഉലൂമുൽ ഖുർആൻ, 3 തഫ്സീറുൽ ഖുർആൻ എന്നിവയാണവ. ഈ 3 ശാഖകളാണ് പരിശുദ്ധ വിജ്ഞാന ശാഖകളാണ് പരിശുദ്ധ ഖുർആനിന്. എന്താ തജ്വീദുൽ ഖുർആൻ? പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണെന്ന്. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ എന്ന നിയമങ്ങൾ പറയുന്നതാണ് ഏത്? തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഈ വിജ്ഞാന ശാഖയിലെ പ്രമുഖ ഗ്രന്ഥമാണ് ത്വയ്യിബത്തുൻ നശ്രി ഫീ ഖിറാഅത്തിൽ അശ്ർ എന്ന് പറയുന്ന ഗ്രന്ഥം. ഏത്? തജ്വീദിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥമാണേത്? ത്വയ്യിബത്തുൻ നശ്രി ഫീ ഖിറാഅത്തിൽ അശ്ർ എന്ന് പറയുന്ന ഗ്രന്ഥം. ഹിജ്റ 835 വഫാത്തായ മുഹമ്മദ് ബിനുൽ ജസരി അദ്ദിമസ്കിയാണ് അതിൻ്റെ കർത്താവ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ ജസരി അദ്ദിമസ്കിയാണ് ഏത് രചിച്ചത്? ഈ ഗ്രന്ഥം ത്വയ്യിബത്തുൻ നശ്രി ഫീ ഖിറാഅത്തിൽ അശ്ർ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം മക്കീയ മദനീയ വിഭജനം. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം മക്കീയ മദനീയ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഉലൂമുൽ ഖുർആൻ. എന്താണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഉലൂമുൽ ഖുർആൻ എന്താ ചർച്ച ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം,
ഖുർആനിൻ്റെ അവതരണക്രമം അതിൽ പറയുന്നുണ്ട്, മക്കി ഏത് മദിനി ഏത് എന്ന വിഭജനം അതിൽ പറയുന്നുണ്ട്, അവതരണ കാരണങ്ങൾ പറയുന്നുണ്ട്, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഇത്, വിജ്ഞാന ശാഖയാണിത് റസ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹു, ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥവും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്നിവ ഈ ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഏത് ശാഖയിലെ? ഉലൂമുൽ ഖുർആനിലെ പ്രധാന ശാഖയിലും അത് രചിച്ച പണ്ഡിതന്മാരെ പറഞ്ഞത്. ഒന്നാമത്തെ പറഞ്ഞ ആരാ? ബഹുമാനപ്പെട്ട ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അൽ ബുർഹാനു ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥം, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥവും അത് ഉലൂമിൽ ഖുർആൻ രചിക്കപ്പെട്ട പ്രധാന ഗ്രന്ഥങ്ങളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. മൂന്നാമത്തെ വിജ്ഞാന ശാഖയാണ് തഫ്സീറുൽ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ. എന്താണ് തഫ്സീറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് ഏത്? തഫ്സീറുൽ ഖുർആൻ. ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ് ഏത്? തഫ്സീർ എന്ന് പറയുന്നത്. ഖുർആനിക വചനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിധിവിലക്കുകൾ എന്നിവ തഫ്സീർ വിശദീകരിക്കുന്നു. ഖുർആൻ വചനങ്ങളുടെ ആശയങ്ങൾ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ പറയുന്നുണ്ട്, വിധിവിലക്കുകൾ എവിടെ പറയുന്നുണ്ട്? തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. നിരവധി തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. തഫ്സീർ രചന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. തഫ്സീറിൻ്റെ രചനകൾ, ഖുർആൻ്റെ വിശദീകരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലം മുന്നേറുന്നതിനനുസരിച്ച് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. ഖുർആൻ്റെ തഫ്സീറുകൾ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്നത്തെ കാലത്തൊക്കെ വരുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നും തഫ്സീറുകൾ രചിച്ചു കൊണ്ടിരിക്കുന്നത്. താഴെ പറയുന്നവ പ്രധാന തഫ്സീറുകളാണ്. തഫ്സീറും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അത് രചിച്ച പണ്ഡിതനും. ഒന്ന്, ജാമിഉൽ ബയാനി അൻ തഅ്വീൽ ആയൽ ഖുർആൻ, അത് രചിച്ചാരാ? ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു. രണ്ട്, അത്തഫ്സീറുൽ കബീർ അൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മൂന്ന്, അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ, അത് രചിച്ചാരാ? അൽ ഇമാമുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു. നാല്, അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്ന് പറയുന്ന തഫ്സീർ, അത് രചിച്ചത് അൽ ഇമാമുൽ ബൈളാവി റളിയല്ലാഹു അൻഹു. അഞ്ചാമത് തഫ്സീറുൽ ജലാലൈനി, ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു വ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇവരാണ് എന്ത് ചെയ്തത്? തഫ്സീറുൽ ജലാലൈനി എന്ന ഗ്രന്ഥം രചിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി പാഠത്തിൽ കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന, അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന വജ്അൽഹു റബീഅ ഖുലൂബിനാ വർസുഖ് ലനാ തിലാവതഹു അനാ അൽ-ലൈലി വ അത്റാഫൻ നഹാർ. അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന വജ്അൽഹു റബീഅ ഖുലൂബിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖുർആൻ പഠിപ്പിക്കണമേ. അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഖുർആനെ പഠിപ്പിക്കണമേ. വജ്അൽഹു റബീഅ ഖുലൂബിനാ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ സന്തോഷമാക്കണമേ. വർസുഖ്നാ തിലാവതഹു ആനാ അൽ-ലൈലി വ അത്റാഫൻ നഹാർ, രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യസ്ത സമയങ്ങളിൽ അത് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖുറാഅത്ത് തദ്രീബ് നോക്കാം. ഒന്ന്, നുജീബ് ഉത്തരമെഴുതുക, ഖുർആനിനെ നിർവചിക്കുക. പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതാണ് ഖുർആൻ. രണ്ട്, ഉലൂമുൽ ഖുർആൻ എന്നാൽ എന്ത്? ആൻസർ, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കിയ മദനിയ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഉലൂമുൽ ഖുർആൻ. അടുത്തത്, തജ്വീദുൽ ഖുർആൻ എന്നാൽ എന്ത്? ആൻസർ, തജ്വീദുൽ ഖിറാഅ, പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ് തജ്വീദുൽ ഖുർആൻ. നാല്, പ്രശസ്ത തജ്വീദുൽ ഖുർആൻ ഗ്രന്ഥം ഏത്? ആൻസർ, ത്വയ്യിബത്തുൻ നശ്രി ഫി ഖിറാഅത്തിൽ അശ്ർ. അഞ്ച്, ഉലൂമുൽ ഖുർആനിലെ രണ്ട് കിതാബുകളുടെ പേര് എഴുതുക. ആൻസർ, അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ, അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ.
6. തഫ്സീറുൽ ഖുർആൻ എന്നാൽ എന്ത്? ആൻസർ: വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. 7. തഫ്സീറുൽ കബീർ രചിച്ചതാര്? ആൻസർ: അൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇനി നക്തുബി ഫിഖ്റ, ഗണ്ണിക എഴുതാനുള്ളതാണ്. 1. ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയ ചരിത്രം. ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയ ചരിത്രം നമ്മളെ പാഠത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, അതേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വിശാലമായിട്ട് എഴുതാവുന്നതാണ്. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ ഹാഫിദുകളായ സ്വഹാബികൾ വഫാത്തായി. അപ്പോൾ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ഇത് ഹിജ്റയുടെ 12-ാം വർഷമായിരുന്നു. ഇനി രണ്ടാമത്തേതിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ, അതിനെക്കുറിച്ച് ഗണ്ണിക എഴുതാനാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട 3 വിജ്ഞാന ശാഖകളുണ്ട്. തജ്വീദുൽ ഖുർആൻ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ എന്നിവയാണ്. തജ്വീദുൽ ഖിറാഅ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കിയ മദനീയ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഉലൂമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീർ. ഇനി 3. തഫ്സീറുൽ ഖുർആനെ കുറിച്ച് എഴുതാനാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. ഖുർആനിക വിജ്ഞാനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിവിധ വിധിവിലക്കുകൾ എന്നിവ തഫ്സീർ വിശദീകരിക്കുന്നു. നിരവധി തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. തഫ്സീർ രചന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാലം മുന്നേറുന്നതിനനുസരിച്ച് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന പുതിയ ആശയങ്ങളെ രേഖപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. താഴെ പറയുന്ന പ്രധാന തഫ്സീറുകളാണ് ജാമിഉൽ ബയാൻ അൻ തഅ്വീൽ ആയൽ ഖുർആൻ ഇബ്നു ജരീർ ത്വബരി എന്നിവർ രചിച്ചത്. തഫ്സീറുൽ കബീർ അൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി എന്നിവർ രചിച്ചത്. ഇങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ എന്ത് ചെയ്യാം, അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി തഖ്സീസ് പറയുന്നത്, അസൈൻമെൻ്റായിട്ട് പറയുന്നത് മൂന്നാമത്തത്. 1. ഒരു മാസം കൊണ്ട് എല്ലാ കുട്ടികളും ഒരു തവണ ഖുർആൻ ഖത്മ് ചെയ്ത് ക്ലാസ്സിൽ ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കുക. അത് ക്ലാസ്സിൽ നടത്തേണ്ടതാണ്. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൂടിയിട്ട് ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്മ് തീർക്കുന്നു. എന്നിട്ട് ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസ് മദ്രസയിൽ വെച്ച്, ക്ലാസ്സിൽ വെച്ച് നടക്കുന്നു. 2. മാതാപിതാക്കൾ ഖുർആൻ ഖത്മ് ചെയ്ത അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കുക. നമ്മുടെ മാതാപിതാക്കൾ ആരെല്ലാം ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ടോ അവർ ഖത്മ് ചെയ്ത ആ അനുഭവങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പങ്കുവെക്കുക എന്നതാണ് രണ്ടാമതായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മുടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹു തആല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീക്കി ഖൈറുള്ള ജീവിതം അല്ലാഹു തആല എല്ലാവർക്കും നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായോ ഈമാനോട് മരിക്കുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.